കാണാതായ പശുവിനെ തിരഞ്ഞ് കാട്ടിലെത്തി കുടുങ്ങിയ 3 സ്ത്രീകൾ ചെന്നെത്തിയത് ആനക്കൂട്ടങ്ങളുടെ നടുവിലാണ്. ഒരു രാത്രി മുഴുവനും കഴിഞ്ഞുകൂട്ടിയതാകട്ടെ പാറക്കെട്ടിന് മുകളിലും. ഉപജീവന മാർഗമായ പശുവിനെ തിരഞ്ഞ് ഉൾക്കാട്ടിലകപ്പെട്ട പാറുക്കുട്ടി, മായ, ഡാർലി സ്റ്റീഫൻ എന്നിവർക്കിത് 2ാം ജന്മമാണ്. ഒരു രാത്രി മുഴുവനും വനം വകുപ്പും ഫയർഫോഴ്സും പോലീസും സംയോജിതമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൂവരെയും കണ്ടെത്താനായത്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം അവർ കൊടുങ്കാട്ടിൽ അകപ്പെട്ട അതിജീവിച്ച ആ രാത്രി അങ്ങേയറ്റം ഭീകരമായിരുന്നു. ഒരു രാത്രി മുഴുവനും മൂവരും കഴിച്ചുകൂട്ടിയത് പാറക്കെട്ടിന് മുകളിലായിരുന്നു. ചുറ്റും ആനകൾ എത്തിയതോടെയാണ് ഇവർ പാറക്കൂട്ടത്തിന് മുകളിൽ കയറിയത്. ആനയെ കണ്ട് ചിതറിയോടെ ഇവർ ആദ്യം ഒരു മരപ്പൊത്തിൽ ഒളിക്കുകയായിരുന്നു. അവിടേക്കും ആന എത്തിയതോടെ വീണ്ടും ഓടി പാറക്കെട്ടിനകത്ത് അഭയം തേടി. കാണാതായ പശുവിനെ തിരഞ്ഞാണ് ഇവർ വ്യാഴാഴ്ച വൈകിട്ട് തേക്ക് പ്ലാന്റേഷനിലെ മുനിപ്പാറ ഭാഗത്തുകൂടി പ്ലാന്റേഷനിലേക്ക് പോയത്. മായ ജയൻ, പാറുക്കുട്ടി, ഡാർലി സ്റ്റീഫൻ എന്നിവരാണ് കാട്ടിലകപ്പെട്ടത്. വനാതിർത്തിയിലായിരുന്നു ഇവരുടെ വീട്. പശുവിനെ ബുധനാഴ്ച മുതലാണ് കാണാതായത്. നല്ല കറവയുള്ള പശുവായതിനാലാണ് തിരഞ്ഞു പോയതെന്ന് മായ പറഞ്ഞു. മായയുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്നു കാണാതായ പശു. 14 മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൂവരെയും കണ്ടെത്തിയത്. വനത്തിൽ 6 കിലോമീറ്റർ ഉള്ളിലായി അറക്കമുത്തി എന്ന സ്ഥലത്താണ് ഇവരുണ്ടായിരുന്നത്. ആനയെ കണ്ട് ചിതറിയോടിയ ഇവർ ഒരു പാറക്കൂട്ടത്തിനടുത്ത് അഭയം തേടുകയായിരുന്നു. റേഞ്ച് നഷ്ടമായതോടെ ഫോൺ വിളിക്കാൻ സാധിച്ചില്ലെന്ന് തിരിച്ചെത്തിയ മായ ജയൻ പറഞ്ഞു. ഇവരുടെ മകനടക്കമുള്ള ബന്ധുക്കളും രക്ഷാസേനയ്ക്കൊപ്പം തിരച്ചിലിനിറങ്ങിയിരുന്നു. പശുവിനെ കണ്ടെത്തി മടങ്ങുന്നതിനിടെ ഇവർ ആനയുടെ മുന്നിലകപ്പെട്ട് പേടിച്ച് ചിതറിയോടുകയായിരുന്നു. മായ ഭർത്താവിനെ മൊബൈൽ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. എന്നാൽ പിന്നീട് ഇവരുമായുള്ള ഫോൺ ബന്ധം നഷ്ടപ്പെട്ടു. ഇതിനിടെ പശു തിരിച്ചെത്തിയതോടെയാണ് വീട്ടുകാർ കൂടുതൽ ആശങ്കയിലായത്. വനം വകുപ്പ് റേഞ്ച് ഓഫീസർ ആർ സഞ്ജീവ് കുമാർ, കുട്ടമ്പുഴ CI PA ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിൽ 15 പേർ വീതം അടങ്ങുന്ന 3 സംഘങ്ങൾ വനത്തിന്റെ 6 കിലോമീറ്റർ ചുറ്റളവിൽ രാത്രി വൈകും വരെ തിരച്ചിൽ നടത്തിയെങ്കിലും സ്ത്രീകളെ കണ്ടെത്താനായിരുന്നില്ല. കാണാതായവരെ തേടിപ്പോയ ഒരു തിരച്ചിൽ സംഘം സന്ധ്യയോടെ ആനയുടെ മുന്നിൽ അകപ്പെട്ട് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയാണ് സ്ത്രീകൾ വനത്തിൽ കാണാതായത്. പശുക്കളെ കണ്ടെത്താനായി ഉച്ചയ്ക്ക് 1 മണിയോടെ ഇവർ വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. മായയുമായി ഇന്നലെ 4 മണിവരെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു. ബാറ്ററി തീരും, മൊബൈൽ ഫോൺ ഓഫാകുമെന്നും മായ ഭർത്താവിനെ അറിയിച്ചിരുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിന് പിന്നാലെയാണ് ഈ ഒരു 3 പേരെയും സുരക്ഷിതരായി കണ്ടെത്താൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.